നമസ്കാരം. നല്ല സ്വാദും പുളിയും മണവുമുള്ള ഒരു സ്പെഷ്യൽ മസാലപ്പൊടി ചേർത്ത് തെക്കൻ സ്റ്റൈലിൽ നമുക്കൊരു രസം ഉണ്ടാക്കിയാലോ? നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കഴിച്ചാൽ വേറൊന്നും വേണ്ട. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്നാ വായോ വീടിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ പുളി വെള്ളത്തിലിടാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ നെല്ലിക്ക വലിപ്പം പുളിയെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. 2 ചെറിയ കുടം വെളുത്തുള്ളി, 3 ചുവന്നുള്ളി, ഒരു തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ആള് മല്ലിയില, അത് ആവശ്യത്തിന് വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും നല്ല പോലെ ചതച്ചെടുക്കണം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുക് ചേർത്ത് പൊട്ടിച്ച് അതിലോട്ട് 2-3 വറ്റൽമുളക് കീറിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. പൊടികളുടെ എല്ലാം ഒരു പച്ച മണം മാറുമ്പോൾ നമുക്കിനി നേരത്തെ എടുത്ത് വെച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. രസത്തിന് ആവശ്യമായ പുളിവെള്ളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ടേ. അത് നല്ലപോലെ അരിച്ച് ചേർക്കാം. ഇവിടുത്തെ പുളി പുതിയതാണ്, അതാണ് കളർ കുറവ് തോന്നുന്നത് കേട്ടോ. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ പൊടി കൂടി ഇവിടെ ചേർക്കാം. എന്താണെന്നറിയോ? സാമ്പാർ പൊടി. ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഞാൻ ചേർക്കുന്നുണ്ടേ. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ തിരുവനന്തപുരംകാരിയായ ഗീത ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എപ്പോഴൊക്കെ വീട്ടിൽ വരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ ഒന്നെങ്കിൽ രസമോ അല്ലെങ്കിൽ ചേച്ചിയുടെ സാമ്പാറോ വെപ്പിക്കും. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് രസത്തിന് ഒരു ചെറിയ എരിവ് തോന്നിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി കുറച്ചു നേരം ചൂടാവാനായിട്ട് വെക്കാം. പുളിവെള്ളം ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിനി 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയം അടുക്കള മൊത്തം ഒരു നല്ലൊരു മണം വരും കേട്ടോ. ഇനി രസത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ രസം ചോറിനൂടെ കഴിക്കാൻ മാത്രമല്ല, വെറുതെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഹെവി ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇതൊരു ഗ്ലാസ് ചൂടോടെ കുടിച്ചാൽ വയറിനൊരു സുഖം കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എനിക്ക് ഈ രസം കഴിക്കാൻ ഇഷ്ടം പനിയുള്ളപ്പോഴാണ്. ആ സമയം കഞ്ഞിയിൽ ഇതൊഴിച്ച് കുടിക്കുമ്പം വായിക്ക് രുചിയില്ലെങ്കിലും എന്തോ ഒരു ടേസ്റ്റ് തോന്നും. അങ്ങനെ നല്ലപോലെ കുരുമുളക് പൊടിയും മല്ലിയിലയും പുളിയൊക്കെ ചേർത്ത് നല്ല നാടൻ രസം തയ്യാറായിട്ടുണ്ടേ. പലയിടത്തുനിന്ന് ഞാൻ രസം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ രസത്തിൻ്റെ ടേസ്റ്റ് അതൊരു വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ. തീർന്നില്ല, ഒരു ചെറിയ പൊടിക്കയും കൂടെ ഉണ്ടേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പതിയൻ ശർക്കരയാണ് കേട്ടോ. അത് ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഇട്ടേ. സാധാരണ ശർക്കര ആണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി. അവസാനം ശർക്കര ചേർക്കുന്നത് രസത്തിൻ്റെ എരിവും പുളിയും ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ടേസ്റ്റ് ഒരുപാട് മാറ്റം വരും ശർക്കര ചേർക്കുമ്പോൾ. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചേർക്കുക. ഇനിയിപ്പോൾ എന്തിനാ താമസിക്കുന്നത്? നല്ല ചൂടുള്ള ചോറെടുത്ത് ഈ രസം അതിലോട്ട് ഒഴിച്ച്, കുറച്ചൊന്നുമല്ല കുറേ അധികം ഒഴിച്ച്, ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു അച്ചാറോ അത് മതി. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു പിടി അങ്ങ് പിടിക്കണം. അങ്ങനെ നല്ല മണവും ടേസ്റ്റുള്ള രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതിനെ അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.